നമസ്കാരം. കഥാമൃതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ജരാസന്ധ വധം കഥയാണ് പറയാൻ പോകുന്നത്. പഞ്ചപാണ്ഡവരിൽ ഒരാളായിട്ടുള്ള യുധിഷ്ഠിരൻ പണ്ട് രാജസൂയ യാഗം നടത്തി. അദ്ദേഹത്തിൻ്റെ രാജ്യം വികസിപ്പിക്കാനും രാജ്യത്തിന് ഐശ്വര്യവും സമ്പത്തുമൊക്കെ വർദ്ധിപ്പിക്കാനുമായിട്ടാണ് രാജസൂയ യാഗം നടത്തുന്നത്. അതിൽ ശ്രീകൃഷ്ണനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശം. അങ്ങനെ ഇദ്ദേഹം കുറേ രാജാക്കന്മാരെയൊക്കെ കീഴടക്കി അദ്ദേഹത്തിൻ്റെ രാജസൂയ യാഗം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ ഒരു ദിവസം പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, ഒരിടത്ത് ജരാസന്ധൻ എന്ന പേരായിട്ടുള്ള ഒരു രാജാവുണ്ട്. അവനെ തോൽപ്പിച്ചാൽ മാത്രമേ നിന്റെ ഈ രാജസൂയ യാഗം പൂർത്തിയാവുകയുള്ളൂ. അവൻ ഈ കരുതുന്നത് പോലെ അത്ര നിസ്സാരനായിട്ടുള്ള ഒരാളല്ല. ശ്രീകൃഷ്ണൻ അങ്ങനെ പറയാനായിട്ട് ഒരു കാരണം കൂടിയുണ്ട്. ശ്രീകൃഷ്ണൻ മധുരയിലായിരുന്ന സമയത്ത് മധുര ജരാസന്ധൻ ആക്രമിക്കുകയും അവിടുന്ന് ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ ശ്രീകൃഷ്ണനെ പോലും ഓടിച്ചു വിട്ടയാളാണ് ജരാസന്ധൻ. അപ്പൊ അത്രയ്ക്ക് ശക്തിയുള്ള ആളാണ്. അതുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്തുക സാധ്യമല്ല. നീ എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ യുധിഷ്ഠിരൻ ധർമ്മസങ്കടത്തിലാണ്. അദ്ദേഹം ക്ഷത്രിയനാണെങ്കിലും യോദ്ധാവാണെങ്കിലും പെട്ടെന്ന് ഒരു കാര്യം തീരുമാനിക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം കേൾക്കുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യാൻ എന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അർജുനനും ഭീമനും ചെന്ന് അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തു. അതായത്, ഞങ്ങൾ പോയിട്ട് ജരാസന്ധനെ കീഴ്പ്പെടുത്തി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അർജുനൻ, ഭീമൻ, ശ്രീകൃഷ്ണൻ എന്നിവർ ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു. മഗധയിലാണ് ജരാസന്ധന്റെ കൊട്ടാരം ഉള്ളത്. ഇവർ മൂവരും ബ്രാഹ്മണ വേഷം ധരിച്ചാണ് പോയത്. അപ്പോൾ ഇവർ ക്ഷത്രിയരാണെന്ന് ജരാസന്ധന് തോന്നരുത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ഷത്രിയനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദ്വാരപാലകർ അകത്തേക്ക് കയറ്റിവിടില്ല. അങ്ങനെ ഇവർ ബ്രാഹ്മണ വേഷം ധരിച്ച് അകത്തെത്തി കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണന്റെ മനസ്സിലൊരു സൂത്രം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ജരാസന്ധന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ മല്ലയുദ്ധത്തിനായിട്ട് വിളിക്കാം. ഒരാൾ വന്ന് മല്ലയുദ്ധത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ അത് നിരസിക്കാൻ ജരാസന്ധന് കഴിയില്ല. കാരണം ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് മല്ലയുദ്ധത്തിന് ഒരാളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ രാജാവിന് പിന്നീട് രാജഭരണം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇവർ മൂവരും വിപ്രവേഷം ധരിച്ച് ജരാസന്ധന് മുന്നിലെത്തി. ഭീമനും അർജുനനും ശ്രീകൃഷ്ണൻ മാത്രമേ ഇതിൽ സംസാരിച്ചുള്ളൂ. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇവർ രണ്ടുപേരും, ഞങ്ങൾ മൂവരും ബ്രാഹ്മണരാണ്, ഇവർ രണ്ടുപേരും ഇന്ന് രാത്രി വരെയും അർദ്ധരാത്രി വരെയും മൗനവ്രതത്തിലാണ്, അതുകൊണ്ട് ഇവർ മിണ്ടില്ല എന്ന് പറഞ്ഞു. അതിന് പിറകിൽ മറ്റൊരു കാര്യമുണ്ട്. ഇവരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നുണ പറയേണ്ടി വരുമല്ലോ, അത് ക്ഷത്രിയധർമ്മമല്ലല്ലോ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു ഉപായം കണ്ടെത്തിയത്. അങ്ങനെ ഇവർ അർദ്ധരാത്രി വരെയും ജരാസന്ധൻ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കി. അർദ്ധരാത്രി ആയപ്പോൾ ഇവരെ കാണാൻ ചെന്നു. ഇവരെ കണ്ടപ്പോൾ തന്നെ ജരാസന്ധന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ബ്രാഹ്മണ ലക്ഷണം അനുസരിച്ച് അയഞ്ഞ ശരീരവും പിന്നെ പൂർണ്ണ ബുദ്ധിയുമുള്ള അങ്ങനെയുള്ള ആൾക്കാരെയാണ് ബ്രാഹ്മണരായിട്ട് കണക്കാക്കുക. അതുകൊണ്ട് ഇവരെ കണ്ടപ്പോൾ തന്നെ ബ്രാഹ്മണരല്ല എന്നുള്ളത് മനസ്സിലായി. ശേഷം ചെന്നിട്ട് പേരെന്താണ് ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ മൂവരും ബ്രാഹ്മണരല്ല, ഇവർ ക്ഷത്രിയരും ഞാൻ യാദവനുമാണ്, എൻ്റെ പേര് ശ്രീകൃഷ്ണൻ എന്നാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ജരാസന്ധന് മനസ്സിലായി. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ബ്രാഹ്മണ വേഷം ധരിച്ച് വന്നതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ അധികം പരിഹസിക്കാതിരുന്നത്. എന്നെ പേടിച്ചിട്ട് മധുര വിട്ട് പോയവനല്ലേ നീ, നിന്നെ തോൽപ്പിക്കാൻ അധികം സമയം എനിക്ക് ആവശ്യമില്ല എന്ന് ശ്രീകൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിന്നെ രാജാവായിട്ട് അംഗീകരിക്കണമെങ്കിൽ നീ ഞങ്ങളൊരുവനുമായിട്ട് മല്ലയുദ്ധത്തിന് തയ്യാറാവണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭീമനും ജരാസന്ധനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. നീണ്ടു നിന്ന യുദ്ധത്തിൽ 10 ദിവസം കഴിഞ്ഞിട്ടും ജരാസന്ധന് ഭീമനെ തോൽപ്പിക്കാനോ ഭീമന് ജരാസന്ധനെ തോൽപ്പിക്കാനോ സാധിച്ചില്ല. കാരണം ഇത്രയും നാൾ അവർ രണ്ടുപേരും ഏറ്റുമുട്ടിയത് അവരെക്കാളും ശക്തി കുറഞ്ഞ ആൾക്കാരുമായിട്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും തുല്യ ശക്തിമാന്മാരായതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനാവില്ല. മാത്രമല്ല, ജരാസന്ധൻ എന്നുള്ള പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. ജര എന്ന് പറഞ്ഞ രാക്ഷസി പണ്ട് 2 വ്യത്യസ്ത രൂപങ്ങളായിട്ടുള്ള ഒരു ശിശുവിനെ ഒന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചു വെച്ചു. അങ്ങനെ ജര എന്ന രാക്ഷസിയാൽ സന്ധിക്കപ്പെട്ടവനാണ് ജരാസന്ധൻ. അതുകൊണ്ട് ആ രാക്ഷസിയുടെ മായാവലയം ഇദ്ദേഹത്തിന് ചുറ്റുമുണ്ട്. അത്ര എളുപ്പത്തിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ 14-ാം ദിവസം വന്നു, മല്ലയുദ്ധത്തിൻ്റെ 14-ാം നാൾ. അന്നേ ദിവസം യുദ്ധത്തിൽ രണ്ടുപേരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഭീമൻ ഒരു സഹായത്തിനായിട്ട് കൃഷ്ണനെ നോക്കി. അപ്പോൾ ശ്രീകൃഷ്ണൻ ഒരു മാവില എടുത്ത് നടുക്കുന്ന 2ആയിട്ട് കീറിയിട്ട് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ ഭീമന് മനസ്സിലായി ജരാസന്ധന്റെ കാല് പിടിച്ച് 2ആയിട്ട് കീറിയിടാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെ ജരാസന്ധന്റെ ശരീരം 2ആയിട്ട് പിളർത്തിയിട്ടു. എന്നാലോ ഭീമൻ പിളർത്തിയിട്ട ശരീരം കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൂടി യോജിച്ചു.
എന്നിട്ട് പൂർവ്വശക്തിയിലേക്കാളും ശക്തിമാനായിട്ട് ജരാസന്ധൻ വീണ്ടും യുദ്ധത്തിന് വന്നു. ഇത് കണ്ട് ഭീമൻ വിഷണ്ണനായി വീണ്ടും യുദ്ധം ആരംഭിച്ചു. പിന്നീട് ശ്രീകൃഷ്ണനെ നോക്കിയപ്പോൾ ശ്രീകൃഷ്ണൻ വേറൊരു മാവില എടുത്തിട്ട് രണ്ടായിട്ട് കീറി വലതു ഭാഗം ഇടത്തോട്ടും ഇടതു ഭാഗം വലത്തോട്ടും ഇട്ടു. ഇത് കണ്ടിട്ട് കാര്യം മനസ്സിലായ ഭീമൻ ജരാസന്ധന്റെ ശരീരം രണ്ടായിട്ട് കീറി തല കീഴായിട്ട് വെച്ചു എന്നാണ് പറയുന്നത്. അതിൽ പിന്നെ ജരാസന്ധൻ മരിക്കുകയും ജരാസന്ധൻ തടവിൽ പാർപ്പിച്ചിരുന്ന രാജാക്കന്മാരെയൊക്കെ ഇവർ മോചിപ്പിച്ചു. ശ്രീകൃഷ്ണനും അർജുന ഭീമന്മാരും കൂടി മോചിപ്പിക്കുകയും അവരെയെല്ലാം തങ്ങളുടെ സൈന്യത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. ഇപ്രകാരമാണ് ജരാസന്ധന്റെ വധം കഥ നടക്കുന്നത്. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് സംശയമുള്ള എന്തെങ്കിലും കഥകളോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കഥകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുകൂടി ഇനി വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.